ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ്, VV എന്റർടൈൻമെന്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു യൂസ്ഡ് കാറിൻ്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉള്ളത് കൊല്ലത്ത് കൊട്ടിയം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. ഈ ഒരു കൊട്ടിയത്ത് തന്നെ നമ്മുടെ പോപ്പുലർ ഹ്യുണ്ടായുടെ ഒരു ഷോറൂം വരുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ ഇവിടെ കണ്ടിന്യൂസ്ലി വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ പോപ്പുലർ ഹ്യുണ്ടായുടെ പുറകിലായിട്ട് നമ്മുടെ ഹ്യുണ്ടായുടെ തന്നെ എച്ച് പ്രോമിസ് വരുന്നുണ്ട്. അതായത് ഈ ഒരു ഷോറൂമിൽ എക്സ്ചേഞ്ച് വരുന്ന വാഹനങ്ങളാണ് അവർ ഈ ഒരു സെഗ്മെന്റിലൂടെ അവർ വിൽക്കുന്നത്. അതായത് എച്ച് പ്രോമിസ് എന്നാണ് അതിന് പറയുന്നത്. ഒരു യൂസ്ഡ് കാർ ഷോറൂം നമുക്ക് പറയാം. അപ്പോൾ ഹ്യുണ്ടായുടെ ഒരു വീട്ടിലേക്ക് വരുന്ന സമയത്ത് എച്ച് പ്രോമിസ് എന്നാണ് അവർ പറയുന്നത്. ഇവിടെ എക്സ്ചേഞ്ച് വന്ന വാഹനങ്ങളാണ് ഇന്ന് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത്. അത്യാവശ്യം വാഹനങ്ങൾ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. ഒരുപാട് പ്രൈസ് റേഞ്ച് വരുന്ന വാഹനങ്ങളൊന്നും അല്ല. അത്യാവശ്യം അഫോർഡബിൾ റേഞ്ചിനും അത്യാവശ്യം ഡൗൺ പേയ്മെന്റ്, ചെറിയ ഡൗൺ പേയ്മെന്റ് നിങ്ങൾക്ക് ഇവിടെ കിടക്കുന്ന വാഹനങ്ങൾ എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഒരു നല്ല വാഹനങ്ങൾ തന്നെയാണ്. ഒരുപാട് കിലോമീറ്റർ ഓടിയ വാഹനങ്ങളൊന്നും അല്ല. കാരണം ഈ വാഹനങ്ങളെല്ലാം നമ്മുടെ എക്സ്ചേഞ്ച് വന്ന വാഹനങ്ങളാണ്. അപ്പോൾ ഈ ഒരു വാഹനം എക്സ്ചേഞ്ച് ചെയ്തിട്ട് കസ്റ്റമർ ഇവിടുന്ന് തന്നെ പുതിയ വാഹനം എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പങ്ങളുള്ള വാഹനമൊന്നും ആയിരിക്കത്തില്ല. മിക്കവാറുള്ളതെല്ലാം സിംഗിൾ ഓണറും സെക്കൻഡ് ഓണറിലൊക്കെ കിടക്കുന്ന വാഹനങ്ങൾ തന്നെയാണ്. അത് മാത്രമല്ല ഇപ്പോൾ ഇയറിൻ്റെ ആണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പ്രൈസ് കുറച്ചാണ് അവർ ഈ ഒരു വാഹനങ്ങളെല്ലാം ഇട്ടേക്കുന്നത്. ഈ ന്യൂ കാർ പോലെ തന്നെയാണ് നമുക്ക് ആ ഒരു ഇയറിൻ്റെങ്കിലും ഈ ഒരു യൂസ്ഡ് കാർ മാർക്കറ്റ് വരുന്നത്. കാര്യം ഒരു വർഷം അങ്ങോട്ട് മാറുകയാണ്. ആ ഒരു പ്രൈസിനകത്ത് ആ ഒരു വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇയറിൻ്റെയിൽ അത്യാവശ്യം നല്ല ഓഫേഴ്സോട് കൂടി തന്നെയാണ് യൂസ്ഡ് കാറുകളും വിറ്റഴിക്കപ്പെടുന്നത്. അപ്പോൾ നല്ല അത്യാവശ്യം ഓഫേഴ്സ് കിടപ്പുണ്ട്. അത്യാവശ്യം അഫോർഡബിൾ പ്രൈസ് റേഞ്ചുമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ ഓരോ വാഹനങ്ങളുടെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നത് വിഘ്നേഷാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ വിഘ്നേഷ് ഇപ്പോൾ ഇവിടെ ഞാൻ തുടക്കത്തിൽ എച്ച് പ്രോമിസ് എന്ന് പറഞ്ഞു. നമ്മൾ ഹ്യുണ്ടായി പ്രോമിസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ഹ്യുണ്ടായിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ എച്ച് പ്രോമിസ് എന്നായിരുന്നു നമ്മൾ പറയുന്നത്. അപ്പോൾ അത് മാറിയില്ലേ? ഹ്യുണ്ടായി എച്ച് പ്രോമിസ് തന്നെയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ അത് എലാബറേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് ഒരു വാഗണറിലേക്ക് വരാം. ഇതിപ്പോൾ നമുക്ക് എക്സ്ചേഞ്ച് വന്ന വാഹനമല്ലേ? എക്സ്ചേഞ്ച് ഇവിടെ കിടക്കുന്ന എല്ലാ വാഹനങ്ങളും കസ്റ്റമർ സൈഡിൽ നിന്ന് എക്സ്ചേഞ്ച് വരുന്ന വാഹനങ്ങളാണ്. അപ്പോൾ അത് കൂടുതൽ വണ്ടികളും സിംഗിൾ യൂസ്ഡ് വണ്ടികളായിരിക്കും. അല്ലാതെ മൾട്ടിപ്പിൾ ഓണേഴ്സിന്റെ വണ്ടികൾ അധികം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കസ്റ്റമറിന് മറ്റൊരു പുറത്തുനിന്ന് ഒരു ഡീലറിൽ നിന്ന് എടുക്കുന്നതിനേക്കാളും വളരെ വിശ്വസിച്ച് വാഹനങ്ങൾ ഇവിടെ പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് നമുക്ക് ഇവിടെ സെപ്പറേറ്റ് അതിന് ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ. ഹ്യുണ്ടായി പ്രോമിസ് പോലെ തന്നെ വാല്യുവേഷൻ എല്ലാ ഹ്യുണ്ടായി പ്രോമിസിനകത്ത് തന്നെ വാല്യുവേഷൻ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പർച്ചേസിന് ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ അത്രയും നോക്കിയതിന് ശേഷമായിരിക്കും തീർച്ചയായിട്ടും വണ്ടികൾ അത്ര കണ്ടീഷൻ അത്രയും നല്ല രീതിയിൽ നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ വണ്ടി പർച്ചേസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള ഒരു വണ്ടിയാണ് നിങ്ങൾ എന്താ ചെയ്യാൻ? അത് നമ്മൾ റെക്ടിഫൈ ചെയ്തിട്ട് മാത്രമേ അടുത്ത കസ്റ്റമറിന് നമ്മൾ കൊടുക്കത്തുള്ളൂ. ഇൻ കേസ് അത് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ പറഞ്ഞ് അത് റെക്ടിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ മറ്റൊരു കസ്റ്റമറിന് നമ്മൾ അത് വിൽക്കത്തുള്ളൂ. അല്ലാതെ കംപ്ലൈന്റ് ഉള്ള ഒരു വണ്ടി ഒരു കാരണവശാലും നമ്മൾ ഇവിടെ ഒരു കസ്റ്റമറിന് കൊടുക്കത്തില്ല. അപ്പോൾ അത്യാവശ്യം പ്രശ്നമുള്ള വണ്ടികളാണ് നിങ്ങൾ എടുക്കാറുണ്ടോ? നിങ്ങൾ ഒരുപാട് പ്രശ്നമുള്ള വണ്ടികൾ നമ്മൾ എടുക്കാറില്ല. കസ്റ്റമറിന് നമുക്ക് കാരണം നമ്മുടെ അടുക്കലോട്ട് വരുന്ന ഇതിന്റെ പേര് തന്നെ എച്ച് പ്രോമിസ് എന്നാണ്. ആ ഒരു പ്രോമിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന വാഹനങ്ങൾ മാത്രമേ നമ്മൾ പർച്ചേസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഞാനത് ചോദിക്കാൻ വേറൊന്നും കൊണ്ടല്ല, ചോദിക്കാനുള്ള ഒരു കാര്യം. അപ്പം ഈ ചില ആൾക്കാർക്ക് വണ്ടി ഒന്ന് നോക്കാനൊന്നും അറിയണമെന്നില്ല, അല്ലെങ്കിൽ സമയത്തിന് കുറവ് വരും, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാകുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് വാഹനം വാങ്ങാവുന്നതാണ്. കാരണം അത്രയും കുഴപ്പമുള്ള വാഹനം ഇവരെടുത്തില്ല. കാര്യം നിങ്ങൾക്ക് അത് പിന്നെ കച്ചവടമായി പോകത്തില്ല. കച്ചവടമായി പോകാത്ത മാത്രമല്ല, നമ്മൾ അതിനകത്തൊരു ട്രസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. അതെ. അപ്പോൾ ഈ വാഗണറിലേക്ക് വരാം. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞേ. ഈ വാഗണർ വരുന്നത് 2013 മാനുവൽ വണ്ടിയാണ്. 2013 മാനുവൽ 65,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. നമുക്ക് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് 3 ലക്ഷം രൂപയാണ്. 3 ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. മോഡൽ വരുന്നത് LXA ആണ് വരുന്നത്. LXA 2013. അതെ, 2013 വണ്ടി. അപ്പോൾ ഇതിന് ലോണൊക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. തീർച്ചയായിട്ടും നമുക്കൊരു 30,000 രൂപ 40,000 രൂപയ്ക്ക് അകത്തുള്ള ഡൗൺ പേയ്മെന്റിൽ തന്നെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഞാൻ ചോദിക്കട്ടെ, 2013 വണ്ടിയാകുമ്പോൾ ഈ ഒരു വാഗണറിന് എത്ര വർഷം വരെ ഫിനാൻസ് കിട്ടുമായിരിക്കും? 2013 വണ്ടി ആകുമ്പോഴത്തേക്ക് നമുക്ക് ഡിപ്പെൻസ് ഓരോ ആൾക്കാരുടെയും പ്രൊഫൈലിനനുസരിച്ചിരിക്കും ഫിനാൻസ് കിട്ടുന്ന രീതിയും കാര്യങ്ങളും മാറുന്നത്. 5 വർഷം കിട്ടാൻ സാധ്യത കിട്ടുമായിരിക്കും. 5 വർഷം വരെയും കിട്ടാം ചാൻസ് ഉണ്ട്. ഓക്കെ. നിങ്ങൾ ഫിനാൻസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? നമുക്ക് ഫിനാൻസ് എല്ലാ കമ്പനികളും ഇപ്പോൾ സെക്കൻഡ് ഹാൻഡിന് ചെയ്യുന്നുണ്ട്. അവർ നോർമലി ചെയ്യുന്ന ആൾക്കാരുടെ എല്ലാം ഓപ്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ. അപ്പോൾ വാഗണർ ആണ് കിടക്കുന്നത്. 2013 വണ്ടി LXA വേരിയന്റ് ആണ്. പെട്രോൾ ആണ് വേരിയന്റ്. 65,000 കിലോമീറ്റർ, 3 ലക്ഷം രൂപയാണ് അവർ ചോദിക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. ഫോഗലാമ്പോ കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ബമ്പറൊക്കെ നോക്കിയാലും ഒരുപാട് സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും കിടപ്പൊന്നുമില്ല. നിങ്ങൾ എങ്ങനെ റീപെയിന്റ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്? ഇല്ല, ചില വണ്ടികൾ മാത്രം സ്ക്രാച്ച് ഉള്ളത് നമ്മൾ റീപെയിന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇത് നമ്മൾ റീപെയിന്റ് ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പോൾ അത്യാവശ്യം നീറ്റ് വണ്ടിയാണ്. ടയർ അത്യാവശ്യം കണ്ടീഷനാണ് കിടക്കുന്നത്. വീൽ കപ്പ് ഇട്ടിട്ടുണ്ട്. ബാക്കിലത്തെ ടയറിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം കണ്ടീഷൻ തന്നെയാണ്. സൈഡിൽ വേറെ സ്ക്രാച്ചസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അത്യാവശ്യം നീറ്റ് വണ്ടിയാണ്. റൂഫ് റെയിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ജസ്റ്റ് അകോടൊന്ന് കാണിച്ചു തരാം.
അകത്തേക്ക് വരുന്ന സമയത്ത് സീറ്റ് കവറൊക്കെ കൊള്ളാം, രണ്ടാമത് ചെയ്തേക്കുന്നതാണ് കസ്റ്റമർ. അതേപോലെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റീരിയോ വരുന്നുണ്ട്, AC വരുന്നുണ്ട്, പവർ സ്റ്റിയറിംഗ് ആണ്, പവറിൻ്റെയും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന ഒരു വാഹനമാണ്. പ്രത്യേകിച്ച് അങ്ങനെ കാര്യങ്ങളൊന്നും ഒരു കസ്റ്റമർ എടുത്തു കഴിഞ്ഞാൽ ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം നീറ്റായിട്ടാണ്. എനിക്കൊന്നും പോളിഷൂടൊക്കെ ചെയ്താൽ സെറ്റാണ്. അതെ. വണ്ടി നമ്മൾ ഡെലിവറി കൊടുക്കുന്നതിന് മുന്നേ നീറ്റായിട്ട് ഒരു പുതിയ വണ്ടി എങ്ങനെയാണോ ഡെലിവറി ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ ഡെലിവറി കൊടുക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് വാഗണോറിന്റെ വിശേഷങ്ങൾ. LX ആണ് വരുന്നത്. 2013 മാനുവൽ വണ്ടി, 65,000 കിലോമീറ്റർ, 3 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ഈ ഒരു 3 ലക്ഷത്തിന് എന്തെങ്കിലും ക്യാഷ് ഓഫർ എല്ലാം വരുന്നുണ്ടോ? അതായത് ഡിസ്കൗണ്ട് എന്തെങ്കിലും? ഇല്ല, ഓഫർ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ പ്രൈസ് ഫിക്സ് ചെയ്തിട്ടേക്കുന്നത്. എന്നാലും നമ്മൾ മാക്സിമം നോക്കാം, എന്തെങ്കിലും നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കേസുകളാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും. അപ്പോൾ അടുത്തേക്ക് വരാം. അപ്പോൾ അടുത്ത് കിടക്കുന്നത് ഒരു ഇയോൺ ആണ്. നമുക്ക് അടുത്ത് കിടക്കുന്ന വാഹനം ഇങ്ങോട്ട് ഇയോൺ ആണ് നമുക്ക് അടുത്ത് കിടക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞാൽ. ഇത് 2012 വണ്ടിയാണ് വരുന്നത്. ഇത് 92,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഇതിന് നമ്മൾ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 1,45,000 ആണ്. 45,000. അതായത് ഇയോൺ ആണ് കിടക്കുന്നത്. 2012 മാനുവൽ വണ്ടി, 92,000 കിലോമീറ്റർ, 1,45,000 ചോദിക്കുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇതിന് ഫിനാൻസ് ഒക്കെ എങ്ങനെ കിട്ടുമായിരിക്കും? 1,45 റേഞ്ച് വരുമ്പോഴത്തേക്ക് ഫിനാൻസ് ഒരു 30,000 രൂപ 40,000 രൂപ വരെ നമുക്ക് മിനിമം ഡൗൺ പേയ്മെന്റിൽ ചെയ്യാൻ പറ്റും. അതായത് പിന്നീടുള്ള ഫിനാൻസ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു 1,10,000 മറ്റേ കസ്റ്റമർ ഫിനാൻസ് ചെയ്യേണ്ടി വരത്തുള്ളൂ. അപ്പം വളരെ ചെറിയൊരു മന്ത്ലി EMI കസ്റ്റമറിന് വണ്ടി എടുത്തുകൊണ്ട് പോകാനായിട്ട് പറ്റും. ഓക്കെ, അത്യാവശ്യം നീറ്റ് വണ്ടിയാണല്ലോ ഇതില്ലേ? നമ്മൾ റീപെയിന്റ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. കസ്റ്റമർ തന്നെ ഇങ്ങനെ നീറ്റായിട്ട് തന്നെ കിട്ടിയ വണ്ടിയാണ് അല്ലേ? ബമ്പറൊക്കെ നോക്കിയാൽ അത്യാവശ്യം നീറ്റ് തന്നെയാണ് കേട്ടോ. എല്ലാം ഒന്നും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നീറ്റായിട്ട് ഇരിപ്പുണ്ട്. ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട് ഇവിടെ, ചെറിയൊരു സ്ക്രാച്ച് കിടപ്പുണ്ട്, അതേ ഉള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ടയർ അത്യാവശ്യം കണ്ടീഷനാണ്, ഭയങ്കരമാണെന്ന് പറയുന്നത്. ഒരു ആവറേജ് ടയറാണ് വണ്ടിയിൽ നൽകിയിട്ടുള്ളത്. സൈഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വേറെ സ്ക്രാച്ചസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ജസ്റ്റ് നമുക്ക് അകത്തേക്കൊന്ന് വരാം. അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ടയറൊക്കെ അത്യാവശ്യം കണ്ടീഷനാണ്. അകത്തേക്ക് നോക്കി കഴിഞ്ഞാൽ 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റീരിയോ നൽകിയിട്ടുണ്ട്, പവർ സ്റ്റിയറിംഗ് നമുക്ക് അവൈലബിൾ ആണ്, AC അവൈലബിൾ ആണ്. അപ്പോൾ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ വാഹനത്തിനുള്ളിൽ വരുന്നുണ്ട്. ഇൻബിൽഡായിട്ട് വന്ന സീറ്റ് തന്നെയാണ്. രണ്ടാമത് അവർ സീറ്റ് കവറോ കാര്യങ്ങളൊന്നും രണ്ടാമത് ചെയ്തിട്ടില്ല, അവർ ആ കമ്പനിയിൽ നിന്ന് വന്നത് തന്നെയാണ്. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയാനായിട്ടൊന്നും തന്നെ നമുക്ക് വരുന്നില്ല. ഇനി നമുക്ക് അടുത്തതിലേക്ക് വരാം. അപ്പോൾ അടുത്ത് കിടക്കുന്നത് ഒരു ഗ്രാൻഡ് ഐട്ടനാണ്. അതെ, ഇത് പെട്രോൾ മോഡലാണ് വരുന്നത്. പെട്രോൾ ആണ് വരുന്നത്. 4,20,000 ആണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഇയർ വന്നിട്ട് 2019 ആണ്. 2019 വണ്ടിയാണ്. 79,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർഷിപ്പ് ആണ് വരുന്നത്. അതായത് ഗ്രാൻഡ് ഐറ്റന്റെ സ്പോർട്സ് എന്ന വേരിയന്റ് 2019 മാനുവൽ വണ്ടി, 79,000 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ്, 420 ആണ് പ്രൈസ് വയ്ക്കുന്നത്, പെട്രോൾ വേരിയന്റ്. ഓക്കെ, അപ്പോൾ 420 വണ്ടി നമുക്ക് ഫിനാൻസ് 30-40 റേഞ്ചിൽ ചെയ്യാം. എല്ലാത്തിനും നമുക്ക് ഡൗൺ പേയ്മെന്റ് അത്രയും തന്നെ അറേഞ്ച് ചെയ്യാൻ പറ്റും. അത്രയും തന്നെ 30-40 തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. വലിയ ഡൗൺ പേയ്മെന്റ് ഒന്നും നമുക്ക് സീറോയിൽ ഇറക്കി കൊടുക്കാനും പറ്റുമായിരിക്കുമോ? സെക്കൻഡ് ആയതുകൊണ്ട് സീറോയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. മിനിമം 30-40 നമ്മൾ റേഞ്ചിൽ എന്തായാലും വേണ്ടി വരും. പിന്നെ കസ്റ്റമറുടെ പ്രൊഫൈലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കസ്റ്റമറുടെ പ്രൊഫൈൽ എങ്ങനെയാണ്, സിവിൽ സ്കോർ എങ്ങനെയാണെന്ന് അനുസരിച്ച് അത് വേരിയേഷൻ. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നീറ്റ് വണ്ടി തന്നെയാണ്. വേറെ സ്ക്രാച്ചസ് കാര്യങ്ങൾ നോക്കിയാൽ ചെറിയ സ്ക്രാച്ചസ് അവിടെ ഇവിടെ ആയിട്ട് കിടപ്പുണ്ട്. ആ ഒരു പഴക്കത്തിൻ്റെ സ്ക്രാച്ചസ് കിടപ്പുണ്ട്. KL24 ആണ് വരുന്നത്. ഫോഗ് ലാമ്പൊക്കെ വരുന്നുണ്ട്. DRL അവൈലബിൾ ഉണ്ട്. അലോയ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വേരിയന്റിൽ നമുക്ക് വരുന്നത്. വീൽ കപ്പാണ് കസ്റ്റമർ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സീറ്റ് കവറോ കാര്യങ്ങളൊന്നും വേറെ രണ്ടാമത് ചെയ്തിട്ടൊന്നുമില്ല. അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന ഒരു വാഹനമാണ്. സ്പോയിലർ വരുന്നുണ്ട്, റൂഫ് റെയിൽ ചെയ്തിട്ടുണ്ട്, സിൽവർ കളറോടാണ് വാഹനം. സൈഡിലും വേറെ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല. മുകളിൽ തന്നെ ടിക്കറ്റ് ഇൻഡിക്കേറ്റർ ഒക്കെ വരുന്നത്, പവർ ഉണ്ടോ, സെൻട്രലൊക്കെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വേരിയന്റിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അടുത്തുള്ളതൊരു ഇഗ്നിസ് ആണ് കിടക്കുന്നത്. നമുക്ക് ഇങ്ങോട്ടേക്കാം. അപ്പോൾ ഇഗ്നിസ് ആണ്. അപ്പോൾ അവിടെ പറയുന്നത് കേട്ടായിരുന്നു ഇത് ബുക്കിംഗ് ആയി എന്നിങ്ങനെ പറയുന്നത്. ഓൾറെഡി വണ്ടി ബുക്കിംഗ് ആയിട്ടുണ്ട്. ഇഗ്നിസ് വരുന്ന പെട്രോൾ വേരിയന്റ് ആണ്. ആൽഫ എന്ന് പറയുന്ന വേരിയന്റ് ആണ് കിടക്കുന്നത്. 2017 വണ്ടിയാണ്. 2017 മാനുഫാക്ചർ ആണ് വണ്ടി വരുന്നത്. ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 5,40,000 റുപ്പീസ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഓക്കെ. അപ്പോൾ ആൽഫ എന്ന് പറയുമ്പോൾ എനിക്ക് തേർഡ് വേരിയന്റ് ആണ് കിടക്കുന്നത്. അപ്പോൾ 5,40 ആണ് ചോദിക്കുന്നത്. കിലോമീറ്റർ വരുന്നത് 21,000 ആണ് ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണറാണ്. ഇതിപ്പോൾ എത്ര ലാസ്റ്റ് പോയേക്കുന്നത്? ഇതിപ്പം പോയേക്കുന്ന എമൗണ്ട് ആണ് കൊടുത്തേക്കുന്നത്. 5,40. അപ്പോൾ അത് വലിയ കുഴപ്പമില്ലാത്ത റേറ്റ് ആണ്. തേർഡ് വേരിയന്റും ആണ്. അപ്പോൾ അടുത്തൊരു വെർണ കിടപ്പുണ്ട് ഇവിടെ. ഇപ്പോൾ ഉള്ള അലോയൊക്കെ ചെയ്ത് ഇട്ടിട്ടുണ്ട്. ബ്ലാക്ക് കളറോടാണ് വെർണ. അത് കൊള്ളാം. ഇപ്പം കിട്ടാൻ ഇത്തിരി റയറസ്റ്റ് ഓഫ് റയർ ആയിട്ട് നിൽക്കുന്ന കളറാണ്. ഓക്കെ, മോഡലാണ് വരുന്നത്. 2019 വണ്ടിയാണ് വരുന്നത്. 690 ആണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. 66,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 66,000 കിലോമീറ്റർ. പെട്രോൾ ആണോ ഇത്? അതെ. സിംഗിൾ ഓണർഷിപ്പ് ആണോ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. അപ്പോൾ 690 റേഞ്ചിൽ ചോദിക്കുന്ന ഒരു വണ്ടി. മോഡൽ എത്രയായിരുന്നു വരുന്നത്? 2019 വണ്ടിയാണ്. അപ്പോൾ ഒരു 690, ആ ഒരു 7-നകത്ത് ഒരു ബഡ്ജറ്റിൽ ഒരു വാഹനം നോക്കുന്ന ഒരു കസ്റ്റമർക്ക് പരിഗണിക്കാൻ പറ്റിയ ഒരു വാഹനം തന്നെയാണിത്. അത് ഭയങ്കര പ്രൈസ് ആണെന്ന് ഞാൻ പറയുന്നില്ല. അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ച് തന്നെയാണ്. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി. ഒന്നുമില്ല, ക്ലീൻ വണ്ടി. കിലോമീറ്റർ എത്രയാണ് നമ്മൾ പറഞ്ഞത്? കിലോമീറ്റർ വന്നിട്ട് 66,000 കിലോമീറ്റർ. അപ്പോൾ അലോയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കൊള്ളാം. ടയർ കണ്ടീഷനാണ്. 4 ടയറും കണ്ടീഷനാണ്. അതുപോലെ ഫോഗ് ലാമ്പ് വരുന്നത് പ്രൊജക്ട് ടൈപ്പാണ് വരുന്നത്. രണ്ടാമത് ചെയ്തേക്കുന്ന ഫോഗ് ലാമ്പ് തന്നെയാണ്, കാണുമ്പോഴേ അറിയാം. നോർമലി വരുന്ന ഹാലജ് ടൈപ്പാണ് എല്ലാം യൂണിറ്റ് വരുന്നത്. പിന്നെ അകത്തോട് ജസ്റ്റ് നമുക്ക് നോക്കാം എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. ഓൾറെഡി ഒരു ക്രോം എലമെൻ്റൊക്കെ സൈഡ് പോർഷനിലായിട്ട് വരുന്നത്. അപ്പോൾ അകത്തേക്ക് നോക്കാം. സീറ്റ് കവറൊക്കെ രണ്ടാമത് ചെയ്തിട്ടുണ്ട്. ഇൻബിൽഡ് ആയിട്ട് വരുന്ന സ്റ്റീരിയാണ് വാഹനത്തിൽ വരുന്നത്. സ്റ്റീറിംഗിൽ തന്നെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ക്രൂസ് കൺട്രോൾ നമുക്ക് അവൈലബിൾ ആണ്. പവർ വിൻഡോ, അത്യാവശ്യം AC,
ആംബ്രസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനുള്ളിൽ വരുന്നുണ്ട്. ഫ്ലോറിംഗ് ഒക്കെ കസ്റ്റമർ ചെയ്തിട്ടുണ്ട് താഴ്ഭാഗത്തായിട്ട്. കൊള്ളാം, അത്യാവശ്യം നീറ്റാണ് കിടപ്പുണ്ട്. അപ്പോൾ ഒരു 7-നകത്ത് ഒരു വാഹനം നോക്കുന്ന കസ്റ്റമേഴ്സിന് പരിഗണിക്കാൻ പറ്റിയ ഒരു വാഹനമാണ് ഈ കിടക്കുന്ന വരണ. അപ്പോൾ നമ്മൾ ആഡഡ് ബെനിഫിറ്റ് ഉണ്ട് ഈ വണ്ടിക്ക് നമ്മൾ 1 ഇയർ എക്സ്ട്രാ വാറണ്ടി കസ്റ്റമറിന് കൊടുക്കുന്നുണ്ട്. കൂടാതെ 2 ഫ്രീ സർവീസും ഇതിനോട് അവൈലബിൾ ആണ്. അതെ. അപ്പോൾ നമ്മൾ വേറെ കിടക്കുന്ന വണ്ടിക്കൊക്കെ ഗ്രാൻഡ് ഐറ്റണ്ണും അത് വരുന്നുണ്ട്. ഗ്രാൻഡ് ഐറ്റന് നമുക്ക് അത് അവൈലബിൾ, നേരത്തെ കാണിച്ച ഗ്രാൻഡ് ഐറ്റന് നമുക്ക് അത് അവൈലബിൾ ആണ്. ഓക്കെ. അപ്പോൾ അത്യാവശ്യം നീറ്റായിട്ട് കിടക്കുന്ന ഒരു വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പും ആണ്. വലിയ കിലോമീറ്റർ ഓടിയിട്ടുള്ള 66,000 കിലോമീറ്റർ. മാനുവൽ 2019 ആണ്. 7-നകത്തുള്ള ഒരു പ്രൈസാണ് അവർ ചോദിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട അലോയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് മാത്രമല്ല ഒരു ബ്ലാക്ക് കളറോടാണ് വാഹനം. അതുകൊണ്ട് തന്നെ നല്ല അട്രാക്ഷൻ ഉണ്ട് ഇത് കാണാനും വേണ്ടി. തീർച്ചയായിട്ടും. അതെ. അപ്പോൾ നമുക്ക് അടുത്ത വാഗണറിലേക്ക് വരാം. അത് അത്യാവശ്യം നീറ്റാണ് കിടപ്പുണ്ട്. അത്യാവശ്യം പെയിന്റിങ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. വേറെ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ പെയിന്റ് ചെയ്തത് അതോ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് എടുത്തപ്പോൾ എങ്ങനെയാണോ അതേ കണക്ക് തന്നെ കിടക്കുന്നത് അല്ലേ? എന്തെങ്കിലും വലിയ ഇഷ്യൂ വരുന്ന വാഹനങ്ങളെ നമ്മൾ പെയിന്റ് ചെയ്യേണ്ടി വരുള്ളൂ. അത്രേ ഉള്ളൂ. അത്യാവശ്യം നീറ്റാണ് കിടപ്പുണ്ട്. അപ്പോൾ ഇതിന്റെ ടയറും കണ്ടീഷനാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് 2015 വണ്ടിയാണ്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 3,55,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. വണ്ടി 39,000 കിലോമീറ്റർ മാത്രമേ ആക്ച്വലി ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ. അപ്പം വാഗണോർ VX ആണ് വേരിയന്റ്. 355 ആണ് ചോദിക്കുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് 39,000 കിലോമീറ്റർ 2015 മാനുവൽ വാഹനം. നമുക്ക് ഇതിന് നമുക്കൊരു 30 രൂപ ഡൗൺ പേയ്മെന്റ് ഒക്കെ മതിയാവും. തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. 30 രൂപ റേഞ്ചിലൊക്കെ മതിയാവും. അപ്പോൾ 355 അതായത് ഒരു 3.5 ആ ഒരു ബഡ്ജറ്റിൽ ഒരു വാഹനം നോക്കുന്നവർക്ക് പരിഗണിക്കുക. ഒരു 10-30 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാം. നമുക്ക് പെർ ലാക്ക് എത്രയ്ക്കായിരിക്കും EMI വരുന്നത്? പെർ ലാക്ക് നമുക്ക് ഒരു 3,000 അകത്ത് നിൽക്കും. 3,000 അകത്ത് നിൽക്കും. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കസ്റ്റമറുടെ പ്രൊഫൈലിനനുസരിച്ചിരിക്കും ബാക്കി കാര്യങ്ങൾ. അപ്പം പെയിന്റ് ഒക്കെ അത്യാവശ്യം നീറ്റ് ഉണ്ട്. എന്തായാലും റീപെയിന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നീറ്റാണ് കിടപ്പുണ്ട്. ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. സൈഡിലേക്ക് വരാം. ഫ്രണ്ടിലത്തെ ടയർ നല്ല കണ്ടീഷൻ തന്നെയാണ്. വീൽ കപ്പ് ഇട്ടിട്ടുണ്ട്. ടയർ ഇപ്പോൾ ഉടനെ മാറ്റേണ്ട കാര്യമൊന്നുമില്ല. അത്യാവശ്യം നല്ല കണ്ടീഷൻ കിടപ്പുണ്ട്. വേറെ സൈഡിൽ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല. റൂഫ് റെയിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അകത്തേക്കൊന്ന് വരാം. ഇൻബിൽറ്റ് ആയിട്ടുള്ള സ്റ്റീല് വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോ. സീറ്റ് കവറൊക്കെ രണ്ടാമത് ചെയ്തേക്കുന്നതാണ്. അത്യാവശ്യം നീറ്റായിട്ട് കിടപ്പുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അത്യാവശ്യം നീറ്റ് വണ്ടിയാണ്. തട്ടലും മുട്ടലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇതിന്? ഇല്ല. നീറ്റ് വണ്ടിയാണ്. ക്ലിയർ ആയിട്ടുള്ള വണ്ടി. നമുക്ക് ഇവിടെ കിടക്കുന്ന എല്ലാ വണ്ടിയും സർവീസ് ഹിസ്റ്ററി എല്ലാം നമ്മൾ എടുത്ത് വെച്ചിട്ടായിരിക്കും കസ്റ്റമറിനൊക്കെ നമ്മൾ ട്രാൻസ്പെറന്റ് ആയിട്ട് തന്നെ ഡീൽ ചെയ്യും. എന്ത് വേണമെങ്കിലും നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് വരാം. അടുത്തൊരു സ്വിഫ്റ്റ് കിടപ്പുണ്ടല്ലോ ഇവിടെ. ഇപ്പോൾ അത് ഡീസൽ വണ്ടിയാണ് ഇതില്ലേ? അതെ. ഡീസലാണ്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് വരുന്നത്? ഇത് VDI ആണ്. വണ്ടി വരുന്നത് 2013 മോഡലാണ് വണ്ടി വരുന്നത്. നമ്മുടെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 4 ലക്ഷം രൂപയാണ് ഇതിന്. വണ്ടി 60,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഓക്കെ. ഡീസൽ വണ്ടിയും കൊണ്ട് മോഡൽ എത്ര നമ്മൾ പറഞ്ഞത്? 2013 മാനുവൽ വണ്ടി 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണറാണ്. 4 ലക്ഷം രൂപ ചോദിക്കുന്നത്. ഓക്കെ. മോഡൽ 2013. അപ്പോൾ ഒരു ഡീസൽ വാഹനം നോക്കുന്നവർക്ക് 4 ലക്ഷം രൂപ പരിഗണിക്കാൻ പറ്റിയ ഒരു വാഹനം. അത് അക്സസറീസും ചെയ്തിട്ടുണ്ടല്ലോ അതില്ലേ? ഡീസലിലൂടെയാണ് വാഹനം കിടക്കുന്നത്. ഇപ്പോൾ ക്ലാഡിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു കളറും കൊള്ളാതെ സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്തിട്ടുള്ളതൊക്കെ നല്ല രസമുണ്ട് കാണുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത്യാവശ്യം നീറ്റ് കിടക്കുന്ന വണ്ടിയാണ്. ടയറും വലിയ കുഴപ്പമൊന്നുമില്ല. കണ്ടീഷനായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ജസ്റ്റ് അകത്തേക്ക് വരുന്ന സമയത്ത് സീറ്റ് കവറൊക്കെ രണ്ടാമത് ചെയ്തേക്കുന്നതാണ്. അത് നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ആ ഒരു ബ്ലൂ കളറിംഗ് ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. സ്റ്റീരിയോ നൽകിയിട്ടുണ്ട്. അതും കൊള്ളാൻ നല്ല രസമുണ്ട് കാണാനായിട്ട്. വേറെ എയർ ബാഗ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു മോഡലിൽ നമുക്ക് അവൈലബിൾ അല്ല. 2013 മോഡൽ ആ റേഞ്ചിൽ വരുന്ന വണ്ടി. പിന്നെ എടുത്ത് പറയേണ്ടത് ഡീസലൂടാണ് ഈ ഒരു വാഹനം. വലിയ കിലോമീറ്ററും ഓടിയിട്ടില്ല. അതാണ് ഇതിനകത്ത് എടുത്ത് പറയേണ്ടത്. അതേപോലെ തന്നെ ഈ ഒരു സൈഡിലത്തെ സ്റ്റിക്കർ വർക്കൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. അതുമാത്രമല്ല ടയർ നല്ല കണ്ടീഷനാണ്. അതും ഉടനെ മാറ്റേണ്ട ആവശ്യമൊന്നും തന്നെ വരുന്നില്ല. സ്പോയിലറൊക്കെ വരുന്നുണ്ട് പുറകിലായിട്ട്. അതും കൊള്ളാം. ജസ്റ്റ് റിയർ സൈഡിലൂടെ ഒന്ന് തുറന്ന് കാണിക്കാം. നല്ല നീറ്റായിട്ട് കിടപ്പുണ്ട്. കണ്ട നല്ല നീറ്റ് വാഹനമാണ്. അപ്പോൾ അത്യാവശ്യം കൊള്ളാം. നമ്മൾ ഇനി അടുത്തതിലേക്ക് പോവാം. അടുത്ത ഒരു XUV 700 കിടപ്പുണ്ട്. അപ്പോൾ ഈ ഒരു 700 എക്സ്ചേഞ്ച് ചെയ്തിട്ട് ആൾക്കാർ നമ്മുടെ തീർച്ചയായിട്ടും ചൂസ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ക്രെറ്റയിലോട്ട് വരുന്ന ആൾക്കാരൊക്കെ 700 എക്സ്ചേഞ്ച് ചെയ്തിട്ടും ക്രെറ്റ എടുക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടായിരിക്കും അവർക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്നില്ലേ? ഇതിപ്പം കിടക്കുന്നത് മാനുവൽ വണ്ടി, പെട്രോൾ വണ്ടിയാണ് അല്ലേ? അപ്പോൾ എനിക്ക് ഒരുപക്ഷെ ഇത് തന്നിട്ട് ഡീസൽ വണ്ടിയിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ആൾക്കാരായിരിക്കും എടുത്തിട്ടുണ്ടാവും. അതെ. XUV 700 ആണ് വരുന്നത്. നമുക്കിപ്പം പെട്രോൾ വേരിയന്റ് 18,20,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് ഇട്ടേക്കുന്നത്. 2022 മോഡലാണ്. 39,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. X5 വേരിയന്റ്. അതായത് X5 വേരിയന്റ് 2022 മാനുവൽ വണ്ടി 39,000 കിലോമീറ്റർ, പെട്രോൾ 18-25 റേഞ്ചിലാണ് അവർ ചോദിക്കുന്നത് ഈ ഒരു പ്രൈസിന്. അപ്പോൾ ആരെങ്കിലുമൊക്കെ വാഹനം ബുക്ക് ചെയ്തിട്ട് കിട്ടാതെ ഇരിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മോഡൽ പരിഗണിക്കാവുന്നതാണ്. അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ വരുന്നത്. അതിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. X5 ആണ് വേരിയന്റ്. അത്യാവശ്യം ഫീച്ചേഴ്സ് കൂടെ വരുന്ന വേരിയന്റ് തന്നെയാണ്. പലോയൊക്കെ വരുന്നുണ്ട്. സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സൈഡ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ കൊള്ളാൻ നല്ല രസമുണ്ട്. റൂഫ് റെയിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം അക്സസറീസും ഒക്കെ ചെയ്ത് കിടക്കുന്ന ഒരു വാഹനം തന്നെയാണ്. ഇതിന് കൂടുതലായിട്ട് അത്യാവശ്യം ഫീച്ചേഴ്സ് ഉള്ള വാഹനമാണ്. അപ്പോൾ അടുത്ത നമുക്കൊരു ഹോണ്ട സിറ്റി കിടപ്പുണ്ടല്ലോ. ഹോണ്ട സിറ്റിയിലേക്ക് വരാം. അപ്പോൾ കൊല്ലം രജിസ്ട്രേഷൻ ആണല്ലോ വണ്ടി ഇത്? അതെ, കൊല്ലം രജിസ്ട്രേഷൻ തന്നെ. കൊല്ലം രജിസ്ട്രേഷൻ സിറ്റി വരുമ്പോഴത്തേക്കും പെട്രോൾ വേരിയന്റ് ആണ്. 2018 വണ്ടിയാണ് വരുന്നത്. മാനുവൽ ആണ്. നമ്മുടെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 7,20,000 രൂപയാണ് വരുന്നത്. ചോദിക്കുന്നത് കിലോമീറ്റർ 97,000 ആണ് ഓടിയേക്കുന്നത്. അതായത് V വേരിയന്റ് 2018 മാനുവൽ 97,000 കിലോമീറ്റർ, 725 സിംഗിൾ ഓണർ. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന ഒരു ഹോണ്ട സിറ്റിയാണ്. അപ്പോൾ അവർ 7 ലക്ഷം ബഡ്ജറ്റിൽ വാഹനം നോക്കുന്ന ആൾക്കാർ ഇപ്പൊ 2 വാഹനങ്ങൾ നമ്മൾ കണ്ടു.
വെർണയും ഉണ്ട്, നമുക്ക് ഈ ഒരു സിറ്റിംഗ്. അപ്പോൾ രണ്ടും ഏകദേശം സെയിം ബഡ്ജറ്റിൽ തന്നെ കിടക്കുന്ന വാഹനമാണ്. അതെ, അത് കൊള്ളാം. അപ്പോൾ അത്യാവശ്യം ബഡ്ജറ്റിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു വാഹനമാണ്. ഇപ്പോൾ ഹോണ്ട സിറ്റി വിയും കൂടാണ് വേരിയൻറ്റ്. അത് അത്യാവശ്യം ഫീച്ചേഴ്സ് കൂടെ ഒക്കെ വരുന്നുണ്ട് ഈ ഒരു ഹോണ്ട സിറ്റിക്കുള്ളിൽ. അലോയ് വീല് വരുന്നുണ്ട്, ലാമ്പൊക്കെ നൽകിയിട്ടുള്ളത് കാണാം. ഫോഗ് ലാമ്പ് നമുക്ക് അവൈലബിൾ ആണ്. വേറെ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും തന്നെ കിടക്കുന്നില്ല. KL02BG ആണ് രജിസ്ട്രേഷൻ വരുന്നത്. അപ്പോൾ അത്യാവശ്യം നീറ്റാണ്. നമ്മൾ ടയറൊക്കെ കണ്ടീഷനാണ്. ടയറിലെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ടയറും കാര്യങ്ങളും കണ്ടീഷൻ തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം നീറ്റ് വാഹനം തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് ഒന്ന് വന്നാൽ ജസ്റ്റ് ടിയാഗോ അടപ്പുണ്ട്. ഈ ടിയാഗോ വരുമ്പോൾ എങ്ങനെ മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? ടിയാഗോ വരുന്നത് നമുക്ക് മോഡൽ വന്നിട്ട് 2021 വണ്ടിയാണ്. ആസ്കിംഗ് റേറ്റ് വന്നിട്ട് 550 ആണ്. ആസ്കിംഗ് റേറ്റ് വരുന്നത് വണ്ടി 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. മോഡൽ 2021. സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർ, സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ്. അപ്പോൾ അത്യാവശ്യം നീറ്റായിട്ട് കിടക്കുന്ന വാഹനമാണല്ലോ ടിയാഗോ അല്ലേ? അതെ, തീർച്ചയായും. 2021 മോഡലുമാണ്. XZ+, അത് ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ ഒരു 5.5 ബഡ്ജറ്റിൽ ഒരു ഓട്ടോമാറ്റിക് വാഹനം സ്വന്തമാക്കാൻ വേണ്ടുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ വാഹനമാണ്. ഓക്കെ, കൊള്ളാം. ഫ്രണ്ടിൽ പാർക്കിംഗ് സെൻസർ കസ്റ്റമർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ടല്ലോ, അത് കൊള്ളാം. അതുപോലെ ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. അത്യാവശ്യം വേറെ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. കളറും കൊള്ളാം, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അലോയ് വീൽ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഫീച്ചേഴ്സോട് കൂടിയ സീറ്റ് കവർ കാര്യങ്ങളൊന്നും ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. അതെ. അപ്പോൾ രണ്ടാമത് കസ്റ്റമർ ഒന്നും ചെയ്തിട്ടില്ല. ആ ഒരു കമ്പനിയിൽ നിന്ന് വന്ന ആ ഒരു കണ്ടീഷനിൽ തന്നെ ഇരിക്കുന്ന വാഹനമാണ്. അപ്പോൾ ഓട്ടോമാറ്റിക് ആണ്, അത് എടുത്ത് പറയണം. 550 ഒരു പ്രൈസ്. അത് വലിയൊരു പ്രൈസായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ പലയിടത്തും വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ പ്രൈസോട് നമ്മൾ കമ്പയർ ചെയ്താൽ വളരെ ലോ ആയിട്ട് തന്നെയാണ് അവിടെ പ്രൈസ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഞാൻ താഴെ നമ്പർ നൽകിയിട്ടുണ്ട്. ഉറപ്പായിട്ടിനകത്ത് ഏതെങ്കിലും വാഹനങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വിളിക്കണം. അപ്പോൾ അടുത്തൊരു ക്രെറ്റ കിടപ്പുണ്ട് നമുക്ക് കൂടെ. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ക്രെറ്റ ഇത് വരുന്നത് നമുക്ക് പെട്രോൾ E+ എന്ന് പറയുന്ന വേരിയന്റ് ആണ് വരുന്നത്. നമ്മുടെ അതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 7,25,000 ആണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. മാനുവൽ മോഡലാണ്. 2017 ആണ് ഇയർ ഓഫ് മാനുഫാക്ചറിംഗ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് 57,000 കിലോമീറ്റർ പെട്രോൾ വണ്ടി. അതായത് 2017 മോഡൽ മാനുവൽ 725 ആണ് ചോദിക്കുന്നത്. നമുക്ക് ഒരു 50 രൂപ കൊണ്ട് ഇറക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. നമുക്ക് ആദ്യത്തെ ഡൗൺ പേയ്മെന്റ് 50,000 നമുക്ക് ചെയ്യാൻ മാക്സിമം നോക്കാം. ഞാൻ ആദ്യം തന്നെ പറയുന്നു, നമ്മൾ ആദ്യം കസ്റ്റമറിന്റെ പ്രൊഫൈൽ അനുസരിച്ച് മാത്രമേ നമുക്ക് നമ്മുടെ ഏറ്റവും ലീസ്റ്റ് ഡൗൺ പേയ്മെന്റ് ആണ് ഈ 30,000 40,000 എന്ന് പറയുന്നത്. കസ്റ്റമറുടെ പ്രൊഫൈലിനനുസരിച്ച് അവരുടെ സിബിൽ സ്കോറിനനുസരിച്ച് അത് വേരിയേഷൻ വരാം. സീറോയിൽ വേണമെങ്കിലും നമുക്ക് ഇറക്കാം. ഓക്കെ. അത്യാവശ്യം നീറ്റ് വണ്ടിയാണ്. അപ്പോൾ ക്രെറ്റ നോക്കുന്നവർക്ക് പരിഗണിക്കാൻ പറ്റും. 2017 ആണ്. 725 റേഞ്ചിൽ ഇതിന് പ്രൈസ് റേഞ്ചും വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഫോഗ് ലാമ്പ് നമുക്ക് അവൈലബിൾ ആണ്. വീൽ കപ്പാണ് സൈഡിൽ വരുന്നത്. പക്ഷേ ടയർ നല്ല കണ്ടീഷനായിട്ടാണ് കിടപ്പുണ്ട്. 4 ടയറും കണ്ടീഷനാണ്. എനിക്ക് ഇനി അടുത്ത സമയത്ത് മാറ്റിയതാണ് ടയർ. അപ്പോൾ അകത്തേക്ക് വന്നാൽ ഇൻബിൽഡ് ആയിട്ടുള്ള സ്റ്റീരിയോ വരുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് അവൈലബിൾ ആണ്. 4 ഡോർ പവർ വിൻഡോ, മിറർ കൺട്രോളിംഗ് വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. ആംബ്രസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഒരു പെട്രോൾ വാഹനം കൂടാണ് കിടക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ആ ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കുന്നവർക്ക് പരിഗണിക്കാൻ പറ്റിയ ഒരു മോഡലാണ് ഈ കിടക്കുന്ന ഒരു ക്രെറ്റ. അപ്പോൾ കണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ അത്യാവശ്യം വണ്ടികൾ ഈ ഒരു വീഡിയോയ്ക്ക് നമ്മൾ കാണിച്ചു. ഒരുപാട് പ്രൈസ് റേഞ്ച് വരുന്ന വാഹനങ്ങളാണ് ഞാൻ പറഞ്ഞത്. അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ തന്നെ വരുന്ന വാഹനങ്ങളാണ് നമ്മൾ കാണിച്ചത്. അത് മാത്രമല്ല നമ്മുടെ ഷോറൂമിൽ കിടക്കുന്ന വാഹനങ്ങളും കൂടിയാണ്. സ്ഥലം ഞാൻ ഓൾറെഡി ആദ്യമേ പറഞ്ഞു, കൊട്ടിയത്താണ് ഈ ഒരു സ്ഥലം വരുന്നത്. അവിടെ നമ്മുടെ പോപ്പുലറിൻ്റെ ഹ്യൂണ്ടായുടെ ഷോറൂം വരുന്നുണ്ട്. അതിന് പുറകിലായിട്ടാണ് ഈ ഒരു ഹ്യൂണ്ടായി പ്രോമിസ് എന്ന ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ കൊട്ടിയം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിലും, അതല്ല കൊല്ലത്ത് നിന്ന് പോകുന്ന ഒരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ കൊട്ടിയം എത്തുന്നതിന് മുന്നേ റൈറ്റ് സൈഡിലായിട്ട് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ താഴെ കാണിച്ച നമ്പറിൽ വിളിച്ചാൽ മതി. കൂടുതൽ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരും. പിന്നെ അത് ഏതെങ്കിലും വാഹനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ഷോറൂമിൽ വന്നാൽ കാണാം. അല്ല അവരെ വിളിച്ചാൽ മതി. ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവർ അയച്ചു തരും. വേറെ അങ്ങനെ ഇഷ്യൂസ് ഒന്നുള്ള വാഹനങ്ങളൊന്നും ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇതേപോലെ തന്നെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വരാം. അതുവരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ.